ജിമ്മിയുടെ സ്ലിമ്മി സ്റ്റാർബക്സ് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഫേസ് ആയിട്ട് അംബാസഡർ ആയിട്ട് ചായ്വാല മാറി. ഇതൊക്കെ കഴിഞ്ഞ് ഏപ്രിൽ ഫൂളിൽ നമ്മുടെ ഇടയിൽ ചർച്ചയായിട്ടുള്ള രസകരമായിട്ട് ഷെയർ ചെയ്ത കുറച്ച് ക്യാമ്പയിനുകൾ അല്ലെങ്കിൽ ഏപ്രിൽ ഫൂൾസ് ഡേ പോസ്റ്റേഴ്സ് ആയിരുന്നു. പക്ഷേ എത്രയൊക്കെ ഏപ്രിൽ ഫൂൾസ് ഡേ ക്യാമ്പയിൻ വന്നു കഴിഞ്ഞാലും എൻ്റെ മനസ്സിൽ എപ്പോഴും ഫേവറേറ്റ് ആയിട്ടുള്ളത് BMW ഏപ്രിൽ ഫൂൾസ് ഡേ ക്യാമ്പയിൻ തന്നെയാണ്. അതായത് 2015 ആ മനോഹരമായിട്ടുള്ള ക്യാമ്പയിൻ നടന്നത്. ആ ഒരു ക്യാമ്പയിനിൽ ന്യൂസ് പേപ്പറിന്റെ ഫ്രണ്ട് ഏപ്രിൽ ഫൂൾസ് ഡേ ക്യാമ്പയിൻ എന്ന ലെവലിൽ തന്നെ ടൈറ്റിലാണ് അവർ കൊടുത്തത്. അന്ന് അതിൽ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ പഴയ കാറുമായിട്ട് BMW വരികയാണെങ്കിൽ ആദ്യം വരുന്ന ഒരാൾക്ക് BMW ഏറ്റവും പുതിയ മോഡൽ കാർ കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ആൾക്കാർക്ക് തോന്നിയത് ഏപ്രിൽ ഫൂൾസ് ഡേ ആണ്, പോയി കഴിഞ്ഞാൽ പറ്റിക്കപ്പെടാൻ എല്ലാ സാധ്യതയുണ്ട്, ചിലപ്പോൾ നമുക്ക് ചെറിയൊരു ഗിഫ്റ്റ് ആയിരിക്കും കിട്ടുക. പക്ഷേ ആൾക്കാർ നമ്മളെ വീഡിയോസും കാര്യങ്ങളൊക്കെ ബ്രാൻഡിങ്ങിന് വേണ്ടി യൂസ് ചെയ്യും. അതുകൊണ്ട് തന്നെ പലരും അപ്രോച്ച് ചെയ്തില്ല. പക്ഷേ ഒരു ലേഡി തന്റെ പഴയ നിസാർ കാറുമായിട്ട് BMW അപ്രോച്ച് ചെയ്തു. അത്ഭുതപ്പെടുന്നു പറയട്ടെ, അവിടെ ചെന്നതിന് ശേഷം ആൾക്ക് പഴയ നിസാൻ കാർ കൊടുത്തിട്ട് പുതിയ ഫ്രഷ് BMW കാർ കിട്ടി എന്നുള്ളതാണ്. ആലോചിക്കുക, എത്ര കൺവെൻഷണൽ ആയിട്ട് അൺകൺവെൻഷണൽ ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് BMW നടത്തിയെന്നുള്ളത്. ശരിക്കും പറഞ്ഞൊരു BMW ഗിവ് അവേ തന്നെയായിരുന്നു അവിടെ നടന്നിട്ടുണ്ടായിരുന്നത്. അതിന്റെ ഇമ്പാക്ട് അല്ലെങ്കിൽ റിസൾട്ട് എന്ന് പറയുന്നത് 300 മില്യണിലധികം ഇംപ്രഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ക്യാമ്പയിന് സാധിച്ചു എന്നുള്ളതാണ്. ഇന്ന് ഈ 2025 ഈ കോൺസെപ്റ്റ് പറയാൻ മാത്രം ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് BMW ഏപ്രിൽ ഫൂൾസ് ഡേ ക്യാമ്പയിന് സാധിച്ചു എന്നുള്ളതാണ്. ആക്ച്വലി BMW പറയുന്നത് ദ റിവേഴ്സ് സൈക്കോളജി ക്യാമ്പയിൻ എന്ന് ഞാൻ പറഞ്ഞത് ഇവിടെ കൃത്യമായിട്ട് യൂസ് ചെയ്ത ഒരു ബ്രാൻഡാണ് BMW എന്ന് പറയുന്നത്. സോ നിങ്ങൾ ഇത്തരത്തിൽ ആലോചിച്ച് നോക്കിയാൽ ഏത് ബ്രാൻഡ് ഇത്തരത്തിലുള്ള ഒരു റിസ്ക് ഏറ്റെടുക്കും? തന്റെ ഈ ഒരു കോൺസെപ്റ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇത്തരത്തിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള അപ്രോച്ചിന് വേണ്ടിയിട്ട് ഇത്രയും ഹൈ റിസ്ക് ഏത് ബ്രാൻഡ് ഏറ്റെടുക്കും? അങ്ങനെ ഏറ്റെടുക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ ഇതേപോലെ നാളെ റഫറൽ ബ്രാൻഡായിട്ട് ആൾക്കാർക്ക് ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യുന്ന ബ്രാൻഡായിട്ട് നിങ്ങൾക്ക് മാറാൻ പറ്റും എന്നുള്ള കാര്യം മനസ്സിൽ വെക്കുക.